ശ്രീ ഉപേന്ദ്രനാരായൺ ചേരുകയാണ്. നമസ്കാരം സാർ. ഇപ്പോൾ നമുക്ക് ഇന്നും എന്നത്തെയും പോലെ തന്നെ അപകട മരണങ്ങൾ അത് തന്നെയാണ് ഏറെ വേദനിപ്പിക്കുന്നത്. അപകടങ്ങൾ ഓരോ മിനിറ്റിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പല മേഖലകളിലായി. ഇപ്പോൾ ഇടുക്കിയിലും അതുപോലെ തന്നെ കൊടകരയിലും പേരാമ്പ്രയിലും സംഭവിച്ചിരിക്കുന്ന 2 അപകടം. അതിൽ ഒരു അപകടത്തിനുള്ള സംശയം നമുക്ക് ഉറക്കം നഷ്ടപ്പെട്ട് കൃത്യമായി ഉറങ്ങാത്തതിൻ്റെ പേരിൽ പിന്നീട് യാത്ര ചെയ്തപ്പോൾ ഡിവൈഡറിൽ ഇടിച്ച് അപകടം സംഭവിച്ചതായിരിക്കാമെന്ന് അനുമാനിക്കാം. മറ്റൊന്ന് റോഡ് മുറിച്ച് കടക്കവെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഒരുപക്ഷേ ചെറിയൊരു ശ്രദ്ധയുണ്ടായിരുന്നെങ്കിൽ 2 ജീവൻ ഉറപ്പായി നഷ്ടപ്പെടില്ലായിരിക്കുമല്ലേ? തീർച്ചയായിട്ടും. കാര്യം ഇത് നമ്മുടെ വാഹനങ്ങളിൽ ആളെ കൊല്ലി വാഹനം, അതായത് നമ്മളെ കൊല്ലാൻ സാധ്യതയുള്ള വാഹനങ്ങളിൽ മുൻപന്തിയിലാണ് ഇരുചക്ര വാഹനങ്ങൾ. ഇന്നത്തെ 2 അപകടങ്ങളിൽ നോക്കൂ, ആരൊക്കെയാണ് മരിച്ചേക്കുന്നത്? 2 വീലർ ഓടിച്ചവരാണ് മരിച്ചത്. എന്തുകൊണ്ടാണ് മരിച്ചത്? ഈ 2 വീലർ എന്ന വാഹനം തന്നെ ആളെ കൊല്ലിയാണ്. അത് നമ്മൾ എത്ര ശ്രദ്ധിച്ചു ഓടിച്ചാലും, കാര്യം നമ്മുടെ ശരീരം പ്രൊജക്റ്റഡ് ആണ്. മറ്റ് വാഹനങ്ങൾക്കും റോഡിലെ മരങ്ങള്, ഇലക്ട്രിക് പോസ്റ്റുകള്, അല്ലെങ്കിൽ റോഡ് മീഡിയൻ, എന്തിനോടും നമ്മുടെ ശരീരം പ്രൊജക്റ്റഡ് ആവുമ്പോൾ അതിന് നമുക്കൊരു ഷെല്ലില്ല, ഒരു പ്രൊട്ടക്ഷൻ കവർ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെ ആളെ കൊല്ലി വാഹനം എന്ന് പറയുന്നത്. കാര്യം ഇപ്പോ പെട്രോൾ പമ്പിന്റെ കേസ് തന്നെ പറയാം. അത് അദ്ദേഹം ബൈക്ക് ഓടിക്കുമ്പോൾ ഇടതുവശം ചേർന്ന് ഓടിക്കണം, മിതമായ വേഗത്തിൽ ഓടിക്കണം, ഹെൽമെറ്റ് തലയിൽ ഉണ്ടാകണം. ഹെൽമെറ്റ് ഉണ്ടായാൽ മാത്രം പോരാ, ചിൻ സ്ട്രാപ്പ് ഉണ്ടല്ലോ, അത് ലോക്ക് ചെയ്യണം. വെറുതെ തലയിൽ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് നമ്മൾക്ക് രക്ഷ നേടാൻ പറ്റില്ല. ഹെൽമെറ്റുകൾ ഒരിക്കലും അപകടങ്ങൾ തടയില്ല. പക്ഷേ അപകടം ഉണ്ടായാൽ ഓടിക്കുന്ന ആളിന്റെയും പില്യൺ റൈഡറുടെയും തല, കാര്യം ബൈക്ക് ആക്സിഡന്റിലൊക്കെ തന്നെ ആദ്യം പരിക്കേൽക്കുന്നത് തലയ്ക്കാണ്. ആ തലയ്ക്ക് പരിക്കേറ്റാൽ പിന്നെ അത് റിപ്പയറബിൾ അല്ല. വേറെ കൈക്കോ കാലിനോ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് എന്ത് സംഭവിച്ചാലും നമുക്ക് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമുക്കത് ചികിത്സിച്ച് സർജറിയൊക്കെ ചെയ്ത് ഭേദപ്പെടുത്താം. കോഴിമുട്ട പോലെയാണ് നമ്മുടെ തല. അതൊരിക്കൽ തട്ടി പൊട്ടി വീണ് കഴിഞ്ഞാൽ പിന്നെ അതിന് റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. തലച്ചോറൊക്കെ വെളിയിൽ വരും. അപ്പൊ അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് അനേകം കൊല്ലത്തെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് ശേഷം നിംഹാൻസ്, ബാംഗ്ലൂരുള്ള നിംഹാൻസ് സുപ്രീം കോടതിന് റിപ്പോർട്ട് കൊടുത്തു. 48% 2 വീലർ അപകടങ്ങളിലും ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി, ഡെത്ത് ഉണ്ടായത് ബിക്കോസ് ഓഫ് നോൺ വിയറിംഗ് ഓഫ് ഹെൽമെറ്റ്. അതിനുശേഷമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോർട്ട് ഇത് കർശനമായിട്ട് നടപ്പിലാക്കണമെന്ന് എല്ലാ സ്റ്റേറ്റിലെയും പോലീസിനോടും MEDയോടും നിർദ്ദേശിച്ചേക്കുന്നത്. പക്ഷെ ഇന്നും ഇത്രയും വിദ്യാസമ്പന്നരായ കേരളത്തിലെ ചെറുപ്പക്കാര് 2 വീലർ ഓടിക്കുമ്പം ഹെൽമെറ്റ് ധരിക്കാൻ അവർക്ക് മടിയാണ്. അപ്പൊ അവരുടെ തല എന്ന് പറയുന്ന വിലപ്പെട്ട ഒരു അവയവത്തിനോട് അവർക്ക് വലിയ താല്പര്യം ഇല്ല എന്നല്ലേ നമുക്ക് പച്ച മലയാളത്തിൽ പറയാൻ പറ്റുള്ളൂ. ദയവ് ചെയ്ത് നിങ്ങൾക്ക് ജീവനോടെ വീട്ടിൽ തിരിച്ചെത്തണം എങ്കിൽ ഹെൽമെറ്റ് നിർബന്ധമായും ധരിക്കണം. ചിൻ സ്ട്രാപ്പ് ഇട്ട് ലോക്ക് ചെയ്യണം. ഇടതുവശം ചേർന്ന് പോകണം. റോഡിൽ സ്ട്രക്ചർ, ഇപ്പൊ റോഡ് ഫർണിച്ചർ ഉണ്ട്, അത് ഫർണിച്ചറിന് സൈൻ ബോർഡ് ഉണ്ട്, ഡെസ്റ്റിനേഷൻ ബോർഡ് ഉണ്ട്. പിന്നെ റോഡിന്റെ സ്ട്രക്ചേഴ്സ് ആണ് ഈ റോഡിലെ മീഡിയൻ, അതേപോലെ സ്ട്രീറ്റ് ലൈറ്റ്സിന്റെ കാലുകൾ. അത് നിങ്ങൾ പോയി ഇടിക്കാനുള്ളതല്ലല്ലോ. നിങ്ങളുടെ വഴി എന്ന് പറഞ്ഞാൽ കാരേജ് വേയാണ്. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ 50 കിലോമീറ്റർ ആണ് നിങ്ങൾക്ക് പരമാവധി വേഗത. നമ്മൾ പല പ്രാവശ്യം ഇത് പറഞ്ഞെങ്കിലും ഞാൻ അത് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. 2 വീലർ ഓടിക്കുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ ഓടിക്കുന്ന വണ്ടി നിങ്ങളെ കൊല്ലാൻ സാധ്യതയുള്ളതാണ് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. കാര്യം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് വാഹനങ്ങളുടെ എണ്ണത്തിൽ, അതിന്റെ ഡെൻസിറ്റിയില് 1% മാത്രമാണ് 2 വീലറുകൾ ഉള്ളത്. പക്ഷേ 20% റോഡ് അപകട മരണങ്ങൾ ഉണ്ടാക്കുന്നത് ഈ 2 വീലറുകളാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം, വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം 2 വീലർ മേടിക്കാം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ധാരാളം ബസ്സുണ്ട്, ഓട്ടോറിക്ഷയുണ്ട്, ഊബർ ഉണ്ട്. അപ്പൊ ട്രാഫിക് സംവിധാനം മെച്ചപ്പെട്ടതും ട്രാൻസ്പോർട്ട് സംവിധാനം നമുക്ക് ഒരുപാട് മെച്ചപ്പെട്ട ഒരു സ്റ്റേറ്റ് ആണ് കേരളം. നിങ്ങൾക്ക് 2 വീലർ വേണമെന്ന് നിർബന്ധം പിടിക്കരുത്. അത് നിങ്ങൾ സേഫ് അല്ല. ശരി സാർ, വളരെ വ്യക്തമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.